ആശുപത്രികളിൽ ഒരു വിസിൽ ബ്ലോവർ, ഒരു ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞാൽ ഒരു ആശുപത്രിയിലെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തെ പല ആശുപത്രികളിലും സമാനമായ സ്ഥിതിയുണ്ട്. ചികിത്സ വേണ്ടതാർക്ക് ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വാസ്തവമുണ്ടെന്ന് തന്നെയാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ ആശുപത്രിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡോക്ടർ ഹാരിസ് ഏതൊരു നിവൃത്തികേടിൽ നിന്നാണ് ഇങ്ങനൊരു പോസ്റ്റുമായി എത്തിയത് എന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ രോഗികളായ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്നവർ പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അന്വേഷണത്തിലും അദ്ദേഹം പറഞ്ഞത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ? യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ഉണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് ഈ വിദഗ്ധ സമിതി എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി വീണ ജോർജ് തന്നെ ഈ ഹാരിസ് തറക്കലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സിസ്റ്റത്തിന്റെ പിടിപ്പുകേടാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സമാനമായ തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് നിലനിൽക്കുമ്പോഴും സങ്കേതമായ, അതായത് സ്വകാര്യ ആശുപത്രികളിൽ വലിയ തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്ന ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്താനുള്ള ഒരു സംവിധാനങ്ങളുണ്ട് എന്നതൊരു നേട്ടമായും ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനത്തിലെ പാകപ്പഴകൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ അപ്പാടെ ഈ സംവിധാനത്തിന്റെ തകരാറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണമായ സമഗ്രമായ പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന സൂചന നൽകുന്ന വിശദാംശങ്ങളാണ് വിദഗ്ധ സമിതി ഇന്നലെ നടത്തിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്ദർശനത്തിലൂടെ എത്തിയിരിക്കുന്ന ഒരു നിഗമനമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരിക്കും ആരോഗ്യമന്ത്രിക്ക് ഈ അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടെ കൈമാറുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ദേശീയ ഡോക്ടർമാരുടെ ദിനമാണ്. തങ്ങളുടെ ജീവിതം മുഴുവൻ, സത്യത്തിൽ ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുമ്പോൾ പഠനം തൊട്ട് പിന്നീടുള്ള കാലം മുഴുവൻ ചികിത്സയ്ക്കും രോഗികൾക്കുമായി സമർപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. നമുക്കറിയാം, ഏത് ഡോക്ടറായാലും ഏത് സമയത്തും ഫോണിൽ വിളിച്ചാൽ നമ്മൾ രോഗികൾക്ക് അവർ അവൈലബിൾ ആയിരിക്കും. എന്താവശ്യം വന്നാലും അവർ ആശുപത്രിയിൽ എത്തും. അങ്ങനെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു സേവന സന്നദ്ധമായ കരിയറിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ് നമ്മുടെ ഡോക്ടർമാർ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിൽ പുഴുക്കുത്തുകളില്ലെന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പെരുമാറിയ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഡോക്ടറെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഒരു മികവുറ്റ ഡോക്ടർ, പ്രതിഭാധനനായ, ജീവിതം തന്നെ അതിനായി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നം തുറന്നു പറയുന്നതിലൂടെ അദ്ദേഹം വാർത്തയുടെ കേന്ദ്രമായി മാറുക മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ശത്രുവായും ഇനി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ, ഈ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ ഓർക്കാം, അവരുടെ സേവനത്തെക്കുറിച്ച് ഓർക്കാം. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ടു ഓൾ ദ വണ്ടർഫുൾ ഡോക്ടേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള നമുക്കറിയാവുന്ന എല്ലാ ഡോക്ടർമാർക്കും ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ ആശംസകൾ നേരാം. അപ്പോഴും നമ്മുടെ അന്വേഷണം തുടരുകയാണ്. ഇവിടെ മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 6 വിഭാഗങ്ങളായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ആലപ്പുഴയിലുള്ളത്. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഒറ്റ ഡോക്ടർ മാത്രം. ആകെയുള്ള ചൊവ്വാഴ്ച ദിന ഒപിയിൽ ആദ്യം എത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരം. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മളെ നിവൃത്തി ഉണ്ടെങ്കിൽ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്യത്തില്ലേ. ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? ബാക്കി പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം.
അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ പറയാം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല. ഇവിടുത്തെ സ്റ്റാഫുകൾ ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഒരു സിറ്റിനോട് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ OPയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന OPയിൽ ആദ്യം എത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്നയിടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് ആശുപത്രിയിൽ. വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇന്നത്തെ ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഡോക്ടർമാർ പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കും. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. ആരോഗ്യ മേഖലാ സംവിധാനത്തിന്റെ പ്രശ്നത്തിന് ഡോക്ടർമാരെ പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സാധാരണ ഡോക്ടേഴ്സ് ദിനത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ നടത്താറുള്ളതാണ് ഡോക്ടർമാർ. എന്നാൽ ഇത്തവണ വലിയ പ്രതിഷേധത്തിലേക്കാണ് KGM-CTA പോകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഡോക്ടർമാരുടെ ദിനം അവർക്കൊക്കെ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. അവരുടെ സർവീസിനെ, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മറ്റുള്ളവരും അവരും തന്നെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു വിസിൽ ബ്ലോവറായി ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞൊഴിയുമ്പോഴും ആ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ ആ സിസ്റ്റത്തിന്റെ പിഴവിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന ഒരു ഡോക്ടറാണ് എന്ന നിലയ്ക്ക് അവർ ആ പ്രശ്നം ഉയർത്തിക്കാണിച്ച ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ KGM-CTA സംഘടിപ്പിക്കുന്നത്? ശ്രീജ, സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസും ഇന്ന് പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ രീതിയിലും ഒരു പ്രതിഷേധമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഡോക്ടർ ഹാരിസ് ഉയർത്തിക്കാട്ടിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, അവിടെ കൃത്യമായിട്ട് രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല, അവിടെ മെഡിക്കൽ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന സാഹചര്യമാണെന്ന തരത്തിലൊക്കെ വലിയ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വലിയൊരു അലംഭാവം രോഗികളുടെ മേൽ കാണിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഒരു വീഴ്ചയാണെങ്കിൽ അത് ശരിയാക്കേണ്ട, അല്ലെങ്കിൽ രോഗികളെ കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു ഉത്തരവാദിത്തം അത് നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ലേ? എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പല തവണയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പരാതികൾ ഉന്നയിച്ചിട്ടും ഒരു നടപടി സ്വീകരിക്കാതെ സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ രോഗികളുടെ അവിടെ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൽ ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഉടനെ തന്നെ പരിഹരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാരും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഇന്ന് ഉണ്ടാകും. രാവിലെ 10 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസിന്റെ ഒരു ഉപരോധ സമരം ഉണ്ടാകും. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നേതൃത്വം നൽകുന്നത്.
അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല അത് വെന്റിലേറ്ററിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ ഇതിന് വേണ്ട രീതിയിലുള്ളൊരു നടപടി സ്വീകരിക്കാത്തതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇത് ഈ ഹാരിസ് എന്നൊരു ഡോക്ടർ മാത്രമല്ല, ഇതുപോലെ നിരവധി ഡോക്ടർമാർ പരാതിയുമായും അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഒരു വിഷമം ഇതുപോലെ സൂപ്രണ്ടുമാരെയും അല്ലെങ്കിൽ ഉയർന്ന ഡോക്ടർമാരെ ഒക്കെ അറിയിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതിലൊരു നടപടി സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. നേരത്തെ ആലപ്പുഴയിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതിൽ രോഗികളുടെ നിസ്സഹായാവസ്ഥ, അവർ കയ്യിൽ കാശില്ലാണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴും അവർക്ക് നേരിടുന്ന അവഗണന, അതിനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം ഈ നമ്മുടെ ഡോക്ടർമാരുടെ അവരുടെ ഈ ഒരു ദിവസം പോലും അവർ ആഘോഷിക്കാതെ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ അതുടനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇറങ്ങുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ.